അതിനേക്കാൾ ഉഷാറായിട്ടുള്ള തെരഞ്ഞെടുപ്പ് ചിത്രമാണ്. കാരണം സംഘടനാപരമായി ഞങ്ങളുടെ ശക്തി, ഞങ്ങൾക്ക് തൃക്കാക്കരയേക്കാൾ പുതുപ്പള്ളിയേക്കാൾ ഞങ്ങൾക്ക് പാലക്കാടിനേക്കാൾ സംഘടനാപരമായ ശക്തി അവിടെ ഉണ്ട്. ഞാൻ ഈ ഇലക്ഷനിലൊക്കെ അല്ല, സിറ്റിംഗ് സീറ്റ് അല്ലായിരുന്നു. അത് പല കാരണങ്ങളുടെ പുറത്താണ് കഴിഞ്ഞ പ്രാവശ്യം പോയത്. അത് LDF ട്രെൻഡിലാണ്. എന്നിട്ട് എത്രയും ജയിച്ചത്? 2700 വോട്ടിനെ ജയിച്ചത്. ആദ്യം ജയിച്ച വോട്ടിനേക്കാൾ 10,000-ഓളം വോട്ട് കുറവ് വോട്ടിനാണ് കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചത്. ഭയങ്കരമായ ട്രെൻഡ് കേരളത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് പോലും 2700 വോട്ടിനും മാത്രമാണ് അവിടെ കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചത്. അതെല്ലാം മാറി. സംഘടനാപരമായി ഞങ്ങൾ പാലക്കാടിനേക്കാൾ അതിശക്തമാണ്. ഞാനാണല്ലോ ഈ ഇലക്ഷൻ്റെ ഈ മുന്നൊരുക്കങ്ങൾ നടത്താൻ ഇത് കൊടുത്തത്. എന്നെ പോലും വിസ്മയിപ്പിച്ച മുന്നൊരുക്കങ്ങളാണ് നിലമ്പൂരിലെ UDF പ്രവർത്തകർ നടത്തിയിരിക്കുന്നത്. അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും. ഞങ്ങളതിൻ്റെ വർക്ക് അതുപോലെയാണ് ആസ്വദിക്കുന്നത്. ഞങ്ങൾ നല്ല കോൺഫിഡൻ്റാണ്, 100% കോൺഫിഡൻ്റാണ്. അതുകൊണ്ടല്ലേ ഞങ്ങൾ ഒരു സമ്മർദ്ദത്തിനും, ഞങ്ങളെടുത്തിരിക്കുന്ന രാഷ്ട്രീയ നിലപാടെന്താ, ഒരു സമ്മർദ്ദത്തിനും വഴങ്ങാതെ. തെരഞ്ഞെടുപ്പാകുമ്പോൾ എല്ലാവരും ഈ അഭിപ്രായവും നിലപാടും ഒക്കെ മനസ്സിലായില്ലേ, അങ്ങ് ഉരുണ്ട് കളിക്കും. ഞങ്ങളുടെ ഉറച്ച നിലപാടാണ് ഞങ്ങളുടെ അഭിമാനം. ഞാൻ പറഞ്ഞല്ലോ, UDF എന്ന് പറയുന്നത് കെ കരുണാകരൻ, AK ആന്റണി, ഉമ്മൻചാണ്ടി തുടങ്ങിയ പ്രഗത്ഭരായ നേതാക്കൾ, CH മുഹമ്മദ് കോയെ പോലുള്ള ആളുകൾ, പാണക്കാട് തങ്ങന്മാർ, KM മാണി, TM ജേക്കബ്, PJ ജോസഫ്, അതുപോലെ ബേബി ജോൺ തുടങ്ങിയ പ്രഗത്ഭരായ നേതാക്കൾ കെട്ടിപ്പടുത്ത വലിയ പ്രസ്ഥാനമാണ് UDF. അതിൻ്റെ മാനത്തിന്മേൽ, അതിൻ്റെ അഭിമാനത്തിന്മേൽ ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഞാനൊരു നിയോഗം കൊണ്ട് ആ കസേരയിൽ വന്നിരിക്കുന്ന ആളാണ്. ഇത് VD സതീശൻ്റെ വ്യക്തിപരമായ അഭിപ്രായമല്ല. അത് മനസ്സിലായില്ല നിങ്ങൾക്ക്? UDFൻ്റെ ഒറ്റക്കെട്ടായ തീരുമാനമാണ്. അത് പറയാൻ എന്നെ ചുമതലപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. പറയാൻ ഞാനല്ലേ പറയേണ്ടത്. UDF ചെയർമാൻ എന്ന നിലയിൽ പറയാൻ എന്നെ ചുമതലപ്പെടുത്തി. അത് ഞാൻ പറയുന്നു. അതിൻ്റെ പേരിൽ ഏത് കല്ലേറ് വന്നാലും അതെല്ലാം ഏറ്റുവാങ്ങാൻ എനിക്ക് തയ്യാറാണ്. അതിനൊന്നും എനിക്ക് മറുപടിയില്ല. എന്നെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും എനിക്കൊരു മറുപടി. ഞങ്ങൾ പൊളിറ്റിക്കലാണ്. ഞങ്ങളുടെ ഒരു വോട്ടും ആര് മത്സരിച്ചാലും പോവില്ല. ഞങ്ങളുടെ പൊളിറ്റിക്കൽ വോട്ടാണ്. രാഷ്ട്രീയമായി ഈ ഗവൺമെന്റിനെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ടുള്ള 2026 അന്തിമമായ പോരാട്ടത്തിന് ഞങ്ങളുടെ പ്രവർത്തകർ തയ്യാറെടുക്കുമ്പോൾ, ഞങ്ങളുടെ അനുഭാവികൾ തയ്യാറെടുക്കുമ്പോൾ ഞങ്ങളുടെ ഓരോ വോട്ട് പോലും ഒരാൾക്കും പോവില്ല. അത് UDF സ്ഥാനാർത്ഥി ആര്യാടെ ഷൗക്കത്തിന് കിട്ടും. ഇതൊക്കെ ഈ ചെറുപ്പക്കാരായ ആളുകൾ അവർ സോഷ്യൽ മീഡിയയിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പറയണതൊക്കെ എന്നോട് നിങ്ങളൊന്ന് ചോദിക്കുന്നത് എന്തിന്? അതിനൊക്കെ മറുപടി പറയേണ്ട ആളാണ് ഞാൻ. നിങ്ങൾ വല്ല പൊളിറ്റിക്കലായിട്ടുള്ള ചോദ്യങ്ങൾ എന്നോട് ചോദിക്കുക, ഞാൻ മറുപടി പറയാം. ഞാൻ ആ സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഒന്നും ഒരു കമന്റ് പോലും പറഞ്ഞില്ല. മോശമായിട്ട് അല്ല, UDFന്റെ അഭിമാനത്തിന്മേൽ പോറലേൽപ്പിച്ചുകൊണ്ട് ഒരു കോംപ്രമൈസും ഇല്ല. നോ കോംപ്രമൈസ് അറ്റ് ഓൾ. അല്ല, അതൊക്കെ അല്ലല്ല, ഞാൻ വരണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ വരണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ഇവർക്ക് എല്ലാവർക്കും ഒരു 2 സെന്റൻസ് പറഞ്ഞിട്ടുള്ളൂ. ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ അംഗീകരിക്കണം, അല്ലേ? അത് കഴിഞ്ഞാൽ അത് അംഗീകരിച്ചുകൊണ്ട് ഒരു പ്രഖ്യാപനം വന്നാൽ ഞങ്ങൾ തീരുമാനം എടുക്കാം. വരണ്ടെന്നാണോ അതിൻ്റെ അർത്ഥം? എന്താ വരണ്ടെന്നാണ്? വരണമെന്നില്ലേ അതിൻ്റെ അകത്ത്? വരണമെന്നാണ് അതിൻ്റെ. ആ 2 സെന്റൻസേ പറഞ്ഞിട്ടുള്ളൂ. ഞങ്ങളുടെ UDF നേതൃത്വത്തിൽ നിന്ന് ഒരാൾ പോലും പ്രകോപിപ്പിക്കുന്ന ഒരു വർത്തമാനം പോലും പറഞ്ഞിട്ടില്ല. എല്ലാവരും ഒരേപോലെയാണ്. പിന്നെ നമ്മൾ തന്നെ ഇപ്പോൾ 5 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്ന് നിങ്ങൾ തന്നെ സംസാരിച്ച ഒരേ കാര്യം പറഞ്ഞാൽ 5 രീതിയിലല്ലേ പറയുള്ളൂ. അല്ല എല്ലാവരും അച്ചടി ഭാഷയിൽ സംസാരിക്കുമോ? അങ്ങനെയല്ലല്ലോ. ഞാൻ അച്ചടിച്ചു കൊടുത്താൽ പോലും നിങ്ങൾ സംസാരിക്കുമ്പോൾ അതിൻ്റെ ടോൺ മാറും. അത്രയല്ലോ നിങ്ങൾക്ക്. അല്ല, അതെങ്ങനെ? അല്ല, ആണെന്നേ, അതങ്ങനെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഞാനല്ലേ ഇത് പറയുന്നത്. UDFന്റെ അഭിപ്രായം പറയുന്ന ആളല്ലേ വേറെ വല്ല വഴി പോകുന്ന ആളല്ലേ ചീത്ത വിളിച്ചിട്ട് കാര്യമുണ്ട്? എന്നെയല്ലേ വിളിക്കുന്നത്. കറക്റ്റാണ്. എനിക്ക് അതിലൊന്നും ഒരു പരാതിയില്ല. ഞാൻ അതിനൊന്നും ഒരു മറുപടിയും പറഞ്ഞില്ല. അല്ല, അത് അദ്ദേഹത്തിന്റെ അഭിപ്രായമല്ല. അദ്ദേഹത്തിന് അങ്ങനെ പറയാം. അതൊക്കെ ഓരോരുത്തർക്ക് അവരവരുടെ അഭിപ്രായങ്ങളും പൊളിറ്റിക്കൽ അനാലിസിസും ഒക്കെ നടത്താൻ വേണ്ടിയിട്ടുള്ള അവകാശമുണ്ട്. ഞാനൊരു ജനാധിപത്യവാദിയാണ്. അദ്ദേഹം അങ്ങനെ പറയാൻ പാടില്ലെന്നൊന്നും ഞാൻ പറയില്ല. എല്ലാവർക്കും പറയാം. എനിക്ക് പറയുന്നത് പോലെ എല്ലാവർക്കും പറയാനുള്ള അവകാശമുണ്ട്. അത് ഞാൻ ചോദ്യം ചെയ്യില്ല. ഞങ്ങൾ അങ്ങനെയല്ലല്ലോ. ഞങ്ങൾ ജയിക്കും. UDF നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും. ഞങ്ങൾ നല്ല കോൺഫിഡൻ്റ് ആണ്. ഞങ്ങൾ തെരഞ്ഞെടുപ്പ് അനാലിസിസ് നടത്തിയിട്ടുണ്ട്. വളരെ വ്യക്തമായിട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ
ആ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമായിട്ട് ഞങ്ങൾ പോകും.